ഒരു യാദൃശ്ചികതയാണ്. ഏതാണ്ട് കൃത്യമായും പറഞ്ഞാൽ ഒരു വർഷവും ഒരു ദിവസം മുമ്പ് ഇതേ വേദിയിൽ ലാൽ ഉൾപ്പെടെയുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്ത ഒരുപാട് പേര് ഒത്തുകൂടിയ ഒരു ദിവസമാണ്. എൻ്റെ സിനിമാ ജീവിതത്തിൽ 40 വർഷങ്ങൾ പൂർത്തിയായ ആ ആഘോഷം എൻ്റെ കൂടെ ജോലി ചെയ്ത എൻ്റെ ശിഷ്യന്മാർ സംഘടിപ്പിച്ചതാണ്. ഇന്ന് 37 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സന്തോഷം കൂടെ നമ്മളിവിടെ ഷെയർ ചെയ്യുകയാണ്. കിരീടം റിലീസാകുന്നത് 1989 ജൂലൈ 7-ാം തീയതിയാണ്. ഏതാണ്ട് 37 വർഷങ്ങൾക്ക് ശേഷം ഈ വരുന്ന ജൂലൈ ആദ്യവാരം തിയേറ്ററുകളിലേക്ക് അതിൻ്റെ റീമാസ്റ്റേർഡ് വേർഷൻ എത്തുകയാണ്. അത് സാധ്യമായത് NFDCയുടെ സഹകരണത്തോടു കൂടിയാണ്. ആദ്യമായിട്ടാണ് NFDC ഒരു മലയാള ചിത്രം അതിൻ്റെ നമ്മുടെ ഭാഷയിൽ നമ്മൾ റീമാസ്റ്ററിംഗ് എന്ന് പറയുമ്പോൾ അവർ അതൊരു പ്രിസർവേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ്. അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ഒരു റെസ്റ്റോറിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ആദ്യമായിട്ട് അതിൻ്റെ റെസ്റ്റോറിംഗ് സംഭവിച്ച മലയാളത്തിലെ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഈ കഴിഞ്ഞ IFFIയിൽ ഗോവയിൽ നടന്ന ഫെസ്റ്റിവലിൽ അതിലൊരു പ്രീമിയർ ഷോ, റെഡ് കാർപ്പറ്റ് പ്രീമിയർ ഷോ സംഘടിപ്പിച്ചിരുന്നു. NFDCയുടെ MD ശ്രീ പ്രകാശ് മൊത്തം ഇപ്പോൾ നമ്മുടെ കൂടിയുണ്ട്. അന്ന് ഇതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ഹോൾഡറായ ശ്രീ വിജയകുമാറും ഞാനും അവിടെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ ഒരു മലയാളികളല്ലാത്ത വിദേശ ഡെലിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സദസ്സിന് മുമ്പിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ ഇക്കാലം അത്രയും നമുക്ക് ലഭിച്ച ആ സിനിമയെക്കുറിച്ചുള്ള അപ്രീസിയേഷൻ്റെയൊക്കെ ഏറ്റവും പരമോന്നതമായ അവസ്ഥ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇന്ന് വീണ്ടും തിയേറ്ററുകളിൽ ഒരിക്കൽ കൂടി കാണാൻ മലയാളികൾ ആഗ്രഹിക്കുന്ന ഈ ചിത്രം എത്തുമ്പോൾ അതേ സ്വീകാര്യത ഈ സിനിമയ്ക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇവിടെ ഈ സന്തോഷം നിറഞ്ഞ ഈ സമയത്ത് നിൽക്കുമ്പോഴും ഒരുപാട് സങ്കടപ്പെടുത്തുന്ന ഓർമ്മകൾ കൂടി നമ്മോടൊപ്പമുണ്ട്. കടന്നു വരുമ്പോൾ നിങ്ങൾ കണ്ടു, ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഈ സിനിമയുടെ തിരശ്ശീലയ്ക്ക് മുമ്പിലും പിൻപിലുമായി പ്രവർത്തിച്ച ഒട്ടനവധി പേർ ഇന്ന് ഇവിടെ നമ്മോടൊപ്പം ഇല്ല. നമ്മോടൊപ്പം ഇന്ന് ഉള്ള ഞാനുൾപ്പെടെ ലാലുൾപ്പെടെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ജീവിച്ചിരിക്കുന്ന ഒട്ടുമിക്ക പേരെയും ഇവിടേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ലാലിൻ്റെ സ്വാഭാവികമായിട്ടും ലാൽ ഇതിൻ്റെ ഭാഗമാണെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു. ലാൽ തന്നെ പറഞ്ഞ സമയത്ത് ലാൽ തന്നെ എത്തിയിരിക്കുന്നു. ഞങ്ങൾ ലാലിനെ കാണാൻ ചെല്ലുമ്പോൾ ഇതിനൊരു പ്രിവ്യൂ, ഒരു പ്രീമിയർ ഷോ, ഒരു സെലിബ്രിറ്റി ഷോ നടത്താനുള്ളൊരു ഡേറ്റാണ് ചോദിക്കാൻ ചെന്നത്. ലാൽ അത് സമ്മതിച്ച ശേഷം പറഞ്ഞു, 22-ാം തീയതി ഞാൻ ഫ്രീ ആണ്, അന്ന് നിങ്ങൾക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ ലോഞ്ച്, ഈ ട്രെയിലർ ലോഞ്ചിൻ്റെ ചടങ്ങ് കൂടി നമ്മളതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നു എന്ന് പറയുന്ന പോലെ അദ്ദേഹം ഇതിൻ്റെ ഭാഗമാണ്. എത്രമാത്രം ഹൃദയത്തിലേക്ക് അദ്ദേഹം ഈ സിനിമയെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ അവിടെ ലൊക്കേഷൻ ഇതിൻ്റെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന ട്രെയിലർ കാണിച്ചപ്പോൾ അദ്ദേഹം ഓരോ സീനുകൾ ഓരോരുത്തരെയും കാണുമ്പോഴൊക്കെയും അദ്ദേഹം അതിനോട് കാണിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ളൊരു റിയാക്ഷൻസ് എന്നെയും ഞങ്ങളെല്ലാവരെയും അല്ലാതെ സ്പർശിക്കുകയുണ്ടായി. മറ്റൊരു സന്തോഷം ഒരുപക്ഷെ ഈ സിനിമയുടെ നായിക ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഞാൻ പാർവതിയെ വിളിക്കുമ്പോഴും ഈ ഒരു ചടങ്ങിലേക്ക് പാർവതി എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ദീർഘകാലമായി സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമുകളിലും പാർവതി പ്രത്യക്ഷപ്പെട്ടതായി കണ്ടിട്ടില്ല. എങ്കിലും ഞാനത് പറഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാണ്, ഞാൻ വരുന്നു എന്നുള്ളത്. അതും വലിയ സന്തോഷം. അങ്ങനെ സേതുമാധവൻ്റെ ദേവിയും ഇവിടെ എത്തിയിരിക്കുന്നു. ഈ സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരായിട്ടുള്ള ക്യാമറാമാൻ കുമാറുണ്ട്, കൈതപ്പുറം ദാമോദരൻ നിന്ന് വരിയ അദ്ദേഹമുണ്ട്, MG ശ്രീകുമാറുണ്ട്, എഡിറ്റർ ഭൂമിനാഥൻ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള അഭിനേതാക്കളായിട്ട് ഉള്ള മണിയനുള്ള രാജുണ്ട്, ജഗദീഷ് ഇവിടെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുന്നു. ഉഷയുണ്ട്, കൊല്ലം തുളസിയുണ്ട്, പൂജപ്പുര രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ ഈ സിനിമയുടെ ഭാഗമായിരുന്ന ഒട്ടുമിക്ക പേരും എത്തിച്ചേർന്നിട്ടുണ്ട്.
ബാക്കിയുള്ളവരൊക്കെ ഉടനെ എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ കൂടിച്ചേരൽ നമുക്ക് ഒരുമിച്ച് ഇവിടെ ഈ ഒരു വേദിയിൽ ഒരിക്കൽ കൂടി കണ്ടുമുട്ടാനായിട്ട് നമ്മുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ കിട്ടിയ ഈ അവസരത്തിൽ ഞാൻ വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു നിമിഷങ്ങളാണ്.